ചില അമ്മമാര് മക്കളോടുള്ള സ്നേഹം കൂടുതലുണ്ട്. നഖ ഒടിഞ്ഞാലോ, നെയിൽ പോളിഷ് പോയാലോ, കയ്യിൽ അഴുക്കായാലോ, കൈ മുറിഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് ഒന്നും എടുക്കണ്ട, പിന്നെ പഠിച്ചോട്ടെ, പഠിക്കണ്ട പറയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇവറ്റങ്ങള് പാവങ്ങള് +2 കഴിഞ്ഞ് പഠിക്കാൻ പുറത്തേക്ക് പോകും. അവിടുത്തെ ഫുഡും പറ്റത്തില്ല, അവിടുത്തെ കൾച്ചറുകളും പറ്റത്തില്ല, അവിടെ മോനെ മോളെ എന്നുള്ള വിളിയുമില്ല. ഒരുതരം ട്രോമയുള്ള ലൈഫില്ലേ, അതാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ആ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഈ വക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. പിന്നെ ഇത് നമ്മൾ വിചാരിക്കും ഒക്കെ യൂട്യൂബിൽ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ഷാൻചേട്ടൻ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും ഇത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് നമ്മൾ വീട്ടിൽ തന്നെ വളർത്തി ഉണ്ടാക്കി എടുത്ത് വിടണം. അല്ലെങ്കിൽ വെക്കേഷന് വീട്ടിലെത്തുമ്പോ അയ്യോ എന്റെ മോളെന്ത് ഇങ്ങനെയായി പോയേ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും, ഒന്നും തിന്നാണ്ടേ. അപ്പൊ ഇത് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന അനിയത്തിമാർക്ക് വേണ്ടിയിട്ടാണ്. വാലുമുള്ള ഈ വറ്റ മീനും അതുപോലെ തന്നെ പുതിയ കത്രികയാണ് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത്. കത്രിക ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, അടിപൊളിയാണ്. നമുക്കിത് 2 പാർട്ടായിട്ട് ഡിറ്റാച്ച് ചെയ്തെടുക്കാം. ഷൂഷു എന്ന് വിളിച്ച് ആരും തിരിഞ്ഞോണ്ടിരിക്കുകയല്ലേ, ഇത് ആക്ച്വലി എൻ്റെ കുക്കർ തന്നെ വിളിക്കുന്നതാണ്. അതിൽ പരിപ്പും മുരിങ്ങലയുടെയും കറി ഇങ്ങനെ കിടന്ന് തിളയ്ക്കുകയാണ് സുഹൃത്തുക്കളെ. പരിപ്പും മുരിങ്ങലയും പിന്നെ മീൻ വറുത്തത് നമുക്ക് പുതിയ കത്രിക കൊണ്ട് പിന്നെ മൂക്കിൻ്റെതും പോയാണ്. പുതിയൊരു മെമ്പർ എൻ്റെ മുഖത്ത് ഭയങ്കര എക്സ്പ്രഷൻ ആണെന്ന് കമൻറ്റ് ചെയ്തായിരുന്നു. ആദ്യം തൊട്ട് ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം. പുതിയത് വരുന്നവർക്ക് അത് ഓവറായിട്ട് തോന്നുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. ഞാനൊരു ഡാൻസറാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടി എക്സ്പ്രസീവ് ആവുന്നത്. ഇപ്പോൾ പറഞ്ഞു തന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാലുമേ മുള്ളുള്ള കാരണം കൊണ്ട് ഈ 100 ഗ്രാം മീനിൽ നിന്ന് 1/2 കിലോ മുറിച്ചെടുക്കാതെ നമുക്ക് ആ മുള്ളു മാത്രം മുറിച്ച് മാറ്റാം. അതാണ് ആദ്യത്തെ പ്രൊസീജിയർ. അതിന് നല്ലൊരു കത്തി എന്ന് പറയുന്നത് പോളിഗാർഡിൻ്റെ കത്തിയാണ് ഞാനിവിടെ യൂസ് ചെയ്ത് വയ്ക്കുന്നത്. വെറും 35 രൂപയുള്ളൂ. എന്നിട്ട് നമ്മൾ സൈഡിലത്തെ ആ ചെതമ്പൽ, അതായത് അതിൻ്റെ വിങ്സ് ഉണ്ടല്ലോ, അത് മുഴുവൻ വെട്ടിക്കളയുക. അതുപോലെ തന്നെ ചെകള പൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ചെകളപ്പൂ എടുത്ത് കളയുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, നമുക്ക് പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിയാം. വേസ്റ്റൊക്കെ എടുത്ത് വെക്കുക. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. 2 സൈഡും ഒരുപോലെ നമ്മൾ മുറിക്കുക. എന്നിട്ട് നല്ല മൂർച്ചയുള്ള കത്രിക കൊണ്ട് നമ്മൾ ആ എല്ലുണ്ടല്ലോ, മുള്ളുണ്ടല്ലോ, അതിങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മാംസത്തിന് കേടൊന്നും വരാത്ത രീതിയിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മത്തിയും ബാക്കിയുള്ള മീനുകളും ഒക്കെ വെട്ടിയെടുക്കാം. ആ വലിയ മീൻ മുറിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ആ വലിയ മീൻ മുറിക്കുന്നത്, ഈ മുറിച്ച മീൻ നമ്മൾ കറി വയ്ക്കുന്നതും താഴെയുള്ള ആ ഒരു വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വീഡിയോയിലേക്ക് പോകാൻ പറ്റും, വിശദമായിട്ടുള്ള വീഡിയോ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സംഭവം സിമ്പിൾ അല്ലേ? മറ്റേ ഡയലോഗല്ലേ, എൻ്റെ വണ്ടി തള്ളാനൊരു തെണ്ടിരി ആവശ്യമില്ലേ, അത് തന്നെ. കല്ലുപ്പിട്ടിട്ടൊന്ന് കഴിക്കാതെ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടാ. സിമ്പിളാണേ. ആദ്യമൊക്കെ തെറ്റും, പിന്നെ ചെയ്തങ്ങോട്ട് പഠിക്കും. നമ്മൾ അമ്മേരെ പറ്റിയതൊന്നും പഠിച്ചിട്ട് വരുന്നില്ലല്ലോ.